അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഒരു ദിവസം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയോ പെട്ടെന്നാണ് കാലങ്ങൾ മുൻപോട്ട് പോകുന്നത്. ശലോമോൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ജനറേഷൻ ആമേൻ പോകുന്നു, മറ്റൊരു ജനറേഷൻ വരുന്നു. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. എന്നാൽ ആമേൻ അതിൻ്റെ മധ്യത്തിലും ഭക്തൻ പറയും, ആമേൻ തലമുറ തലമുറയായിട്ട് നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ. പർവ്വതങ്ങൾ ഉണ്ടായിരുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തെ വിളിക്കാൻ കർത്താവ് നമ്മെ കൊണ്ടുവന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു പൊട്ടായി ഉരുവാകുന്നതിന് മുൻപേ സ്തോത്രം എന്ത് ചെയ്തു? ആമേൻ അതിനു മുൻപേ അനാദികാല നിത്യതയിൽ കർത്താവ് നമ്മെ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നമ്മളെ യോഗ്യരായിട്ട് തീർത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പോയ ദിവസങ്ങളൊക്കെ ആമേൻ കർത്താവ് നമ്മളെ ഓരോ ദിവസവും പരിപാലിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളുടെ ആത്മാർത്ഥമായ ഒരു വീട്ടിലൊരു പ്രയാസം ഉണ്ടായാൽ, നമ്മളൊരു കുടുംബമാണ്, ഒറ്റ കുടുംബം, ഒരു രക്തത്തിൻ്റെ സ്തോത്രം ആമേൻ ഒരു 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 രക്തത്തിൻ്റെ ആമേൻ ബന്ധമാണ് നമ്മൾ. അതേത് രക്തത്തിൻ്റെയാണ്? ഏത് രക്തത്തിൻ്റെയാണ്? കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ബന്ധത്തിനകത്താണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം ആമേൻ ആ ബന്ധത്തിനകത്താകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആമേൻ അതിൻ്റേതായ ആ ഒരു കണക്ഷനുണ്ട്. സ്തോത്രം. ആമേൻ നമ്മുടെ പരസ്പരമുള്ള പ്രാർത്ഥന നമുക്ക് ഏറെ ഫലിക്കും. സ്തോത്രം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മുൻപിലും പിറകിലും നടന്നു കാവലാ, മേഘമൊന്നെനിക്കുമേ വിരിച്ച സ്നേഹമാ, നീണ്ട മാരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ. മുൻപിലും പിറകിലും നടന്നു കാവലാ, മേഘമെന്നെനിക്കുമേൽ വിരിച്ച സ്നേഹമാ, നീണ്ട മാരുഭൂമിയിലുള്ള കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ. യേശു നല്ലവൻ. യേശു നല്ലവൻ. അതേ യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ. അതേ യേശു നല്ലവൻ. യേശു നല്ലവൻ. എൻ്റെ യേശു നല്ലവൻ. കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിയിടും, നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിയിടും. വീട്ടിലെത്തുവോളം മുഖത്തെ നോക്കിടോ യേശു. ഹല്ലേലൂയ. യേശു നല്ലവൻ. യേശു നല്ലവൻ. ജനം തുറന്നു പാടിക്കേ. രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും. യേശു നല്ലവൻ. അതേ യേശു നല്ലവൻ. യേശു ആമേൻ. യേശു എൻ്റെ യേശു. ഹല്ലേലൂയ.
കരമുയർത്തി ഒന്ന് പറഞ്ഞ് യേശു എനിക്ക് നല്ലവേ. സഭയൊരുമിച്ച് ചേർന്ന് യേശു എനിക്ക് നല്ലവേ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സങ്കീർത്തനം 5:7. 5-ാം സങ്കീർത്തനം 7-ാം വാക്യം. മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിങ്കിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. വല്ലാത്ത ഈ ചൂട് ക്ലൈമറ്റിൽ നിങ്ങൾ അധ്വാനിക്കുന്നവരാണ്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണം. രോഗപ്രതിരോധ ശേഷി കർത്താവ് വർദ്ധിപ്പിക്കണം. ഈ കഠിനമായ കാലാവസ്ഥയെ തരണം ചെയ്യാൻ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ സ്തോത്രം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ എല്ലായിടത്തും AC ഉണ്ട്. എല്ലാ വീടുകളിലും റൂമുകളിലും AC ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് മാറിയിരിക്കുകയാണ്. സ്തോത്രം. 40 ഡിഗ്രിയൊക്കെ 39, 38, 39, 40 ഡിഗ്രിയൊക്കെ ചൂട് സ്തോത്രം ഇപ്പോൾ പുറത്തുണ്ട്. സ്തോത്രം. ഈ ക്ലൈമറ്റ് നമ്മളെ ബാധിക്കാതിരിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ കർത്താവ് നമുക്ക് നന്മ അധികം നൽകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അടുത്ത ആണ്ടിൽ ഞാൻ പോകാതിരിക്കുമോ? പക്ഷേ എനിക്ക് പ്രാർത്ഥിച്ചുകൂടെ ദൈവമക്കളെ? ഷാലോം കാരിക്കോടിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രം ദൈവം ആ നന്മ തന്നു, ഈ നന്മ തന്നു. ആമേൻ. ഈ ഹന്ന ചൂണ്ടിക്കാണിച്ചിട്ട് ശമൂവേൽ ബാലനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ബാലനായിട്ടത്രേ ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്ന് പറയത്തക്ക വിധത്തിൽ സ്തോത്രം നിങ്ങളെക്കാൾ അഭിമാനം എനിക്കുണ്ടാകും. ആമേൻ. ഞാൻ അടുത്ത നാളുകളിൽ മാറാതിരിക്കുമോ? സ്തോത്രം. ഞാൻ മാറിയാൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചു പറയാൻ ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ആ ചർച്ചിന് ആമേൻ നൽകിയ അഭിവൃദ്ധിക്കായിട്ട്, നന്മകൾക്കായിട്ട്, വിശാലതകൾക്കായിട്ട്, കുടുംബങ്ങൾക്കായിട്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട്, ആത്മീക ഉണർവിന എന്നോട് ചേർന്ന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് പകലിൽ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവിനൊരു നല്ല മഹത്വം കൊടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും അറിയുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. പുറകിലെ പ്രിയ സാലിയന്റിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസം സാലിയന്റിയുടെ വീട്ടിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. ആൻറ്റി നിരന്തരമായിട്ട് ആരാധനയിൽ സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. അതുപോലെ കർത്താവ് അനുവദിച്ചാൽ കുറച്ചും കൂടെ ദൈവവചനമൊക്കെ പഠിച്ച് സ്നാനപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് ആൻറ്റി ആമേൻ പറയാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. സ്തോത്രം. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തും. ആ വീടിന്റെ ഇരുണ്ട പശ്ചാത്തലം കർത്താവ് മാറ്റും. ആ വീടിനകത്ത് ദൈവത്തിന്റെ എന്നോട് ചേർന്നൊന്ന് സ്തോത്രം പറ പ്രിയരെ. ഹല്ലേലൂയ. ആ വീടിന്റെ പശ്ചാത്തലങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തും. ഹല്ലേലൂയ. ആ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ആമേൻ. എന്നോട് സഭ ഒരുമിച്ച് എന്നോട് ചേർന്നതൊന്ന് പ്രഖ്യാപിച്ച്, ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വീട് അറിയത്തില്ല, ആ കോമ്പൗണ്ട് അറിയത്തില്ല, പക്ഷെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ആ വീടിന് വേണ്ടി സ്തോത്രം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടെയുള്ള ശാപങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിടെയുള്ള മരണഭീതികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിടെയുള്ള രോഗഭയങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിടെയുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. ആ മണ്ണിനോടുള്ള വെല്ലുവിളി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആൻറ്റി നിരന്തരം പ്രാർത്ഥനയ്ക്ക് വരണം. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷീണമൊക്കെ ദൈവം മാറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ മരുന്നെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വസിക്കണം. ഇത് കൂടാതെ തന്നെ, ഈ മെഡിസിൻ കൂടാതെ തന്നെ നടത്താൻ എൻ്റെ ദൈവം ശക്തനാണെന്ന്.
ഹല്ലേലൂയ. രോഗികൾക്ക് ദൈവം ആമേൻ കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച കർത്താവ് നൽകിയിട്ടുണ്ട്. മരിച്ചവരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ അത് വിശ്വസിക്കണം. ഈ യേശു ജീവിക്കുന്ന കർത്താവാണ്. ഈ യേശുവിനെ ആരാധിക്കാൻ ലഭിച്ചത് എന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്യ്. ഈ യേശുവിനെ ആരാധിക്കാൻ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ജീവിക്കുന്ന കർത്താവിനെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പുറകിൽ ഒരു ആൻറ്റി ഇരിപ്പുണ്ട്. ഒരു ആൻറ്റി. സ്തോത്രം. എനിക്ക് പരിചയമില്ല. പ്രിയ ആൻറ്റിയെ ഓർത്ത്, പ്രിയ അമ്മച്ചിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വേഗത്തിൽ വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 5-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരാധിക്കും. ഇന്ന് ആ വാക്യം ആ ഭക്തനോട് ചേർന്ന് വായിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഒരു പക്ഷെ ഭാര്യയ്ക്ക് നമ്മളെ നന്നായിട്ട് അറിയത്തില്ല. ഒരു പക്ഷെ ഭർത്താവിന് നമ്മളെ നന്നായിട്ട് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷെ നമ്മളെ നന്നായിട്ട് അറിയത്തില്ല. പക്ഷേ ആമേൻ നമ്മെ നന്നായിട്ട് അറിയുന്ന ആമേൻ ഒരു കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ ആരാധന വന്നിരിക്കുന്നത്. ആമേൻ. കർത്താവ് അവൻ ഉൾപ്പുകളെയും നിലവുകളെയും അറിയുന്ന കർത്താവാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ നന്നായിട്ട് അറിയുന്ന കർത്താവാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുവല്ലോ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് ഭയങ്കരമാണ്. അത് പാറയെ തകർക്കുന്ന ഒരു ചുറ്റിക പോലെയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ആമേൻ. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുമായിട്ട് സംസാരിക്കണമല്ലോ. നിങ്ങൾക്കറിയാമോ നമ്മുടെ ആമേൻ ഈ മർക്കോസ് അപ്പച്ചനൊക്കെ ഒരു കാലഘട്ടത്തിൽ ആമേൻ കിണർ കുത്തുകയും കിണറിനകത്തെ പാറ പൊട്ടിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം. അപ്പോ അപ്പച്ചനോട് ഞാൻ ഈ കാര്യം ചോദിച്ചു. അപ്പച്ച, ഈ പാറ പൊട്ടിക്കുന്ന എങ്ങനെയാ? പാറ പൊട്ടിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താ? സ്തോത്രം. എന്നോട് അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്ററേ ആമേൻ അന്നൊന്ന് ഇന്നിപ്പം ആമേൻ ഈ ആ കേപ്പ് നിറയ്ക്കാനായിട്ട് അതിനകത്ത് സ്തോത്രം ആമേൻ ആ ഒരു ഹോള് അല്ലെങ്കിൽ തുളയിടണമെങ്കിൽ ആമേൻ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതിന് പവറുണ്ട്. ജാക്കിയാമർ വെച്ചിട്ട് അവര് ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ രവിച്ചാന്റെ വീട്ടിലും ആമേൻ വെള്ളം കണ്ടോ ചാ? കണ്ടില്ലേ? അയ്യോ, ആ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമായിരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമായിരുന്നു. 10-25,000 രൂപ ആമേൻ ചെലവാക്കിയിട്ട് പൊട്ടിച്ചു. വീണ്ടും ഞാൻ ഇടയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവർ ഈ ജാക്കിയാമർ വെച്ചിട്ട് ആമേൻ അതിനകത്ത് തുളകൾ ഉണ്ടാക്കിയിട്ട് സ്തോത്രം അതിനകത്ത് ക്യാപ്പ് ആ പൗഡർ അല്ലെങ്കിൽ ആമേൻ മരുന്ന് വെച്ച് നിറച്ചിട്ട് ഒരു ടൈമർ വെക്കും. ഒരു ടൈമർ. ആ ടൈമർ വെച്ചിട്ട് അതിൻ്റെ തിരി പുറത്തേക്കിടും. സ്തോത്രം. ആമേൻ. ആ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എന്നോട് മാർക്കോസ് അപ്പച്ചൻ പറഞ്ഞു, ആ തിരിയിലേക്ക് അല്പം സ്പാർക്ക്, ആ തീയുടെ ചെറിയ ആമേൻ ആ തീനാളം അല്ലെങ്കിൽ ആമേൻ ആ തിരിയിലേക്ക് അല്പം തീ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ഓട്ടമാണ് പാസ്റ്ററെ. എന്നോട് പറഞ്ഞു, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ല, ഇത് കണ്ടു നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ക്യാപ്പ് വെച്ച് ഇത്രയും പണിയെടുത്ത് കാര്യങ്ങൾ ചെയ്ത ആമേൻ മാർക്കോസ് അപ്പച്ചനും അറിയത്തില്ലെന്ന് എന്താ സംഭവിക്കാൻ തുടങ്ങുന്നതെന്ന്. ആമേൻ. മാർക്കോസ് അപ്പച്ചൻ ഒരു കാര്യം അറിയാം, ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് തിരി നിറച്ചിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് മരുന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് തീനാളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടമാണ്. എന്താ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്. ആമേൻ. ഓടി പുറകോട്ട് നോക്കുന്ന നിമിഷത്തിനകത്ത് തന്നെ ആമേൻ ആ പ്രദേശം മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ സ്തോത്രം ഒരു വലിയ ബ്ലാസ്റ്റ് അവിടെ നടക്കും. സ്തോത്രം. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഈ പ്രദേശം ആ പ്രതലം മുഴുവൻ ഒരു കുലുക്കമാണ്. സ്തോത്രം. അതിനകത്ത് നിന്ന് പാറ പൊട്ടി സ്തോത്രം അതിങ്ങനെ ആമേൻ വലിയ സ്ഫോടനത്തോടെ അത് പുറത്തു വരും. ആമേൻ. കുറെയൊക്കെ അകത്ത് കിടക്കും, അത് കോരി കളയണം. സ്തോത്രം. അങ്ങനെ പൊട്ടിച്ചു 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 വരുമ്പോ സ്തോത്രം കുറെ കഴിയുമ്പോൾ പാസ്റ്ററേ ഈ പാറയ്ക്കകത്ത് എവിടെങ്കിലും ആമേൻ ഒരു ഉറവ കാണും. കുറെ കഴിയുമ്പോൾ ഈ ഉറവ അങ്ങ് പൊട്ടും. സ്തോത്രം. ഈ
ഉറവ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചാ കിട്ടത്തില്ല. പിന്നെ ആയുസിൽ ആ കിണറ്റിനകത്ത് വെള്ളം വറ്റത്തില്ല. ഇന്ന് പകല് ഞാൻ ഒരു കാര്യം പറയുന്നത് മനസ്സിലാക്കണം. ആമേൻ. ദൈവത്തിന്റെ വചനം ഇത് ഡൈനാമിക് പവറാണ്. എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഏത് തകരാത്ത പാറയെയും പൊട്ടിക്കും. ആമേൻ. ഇന്ന് പകല് വിശ്വസിക്കണം. നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ആമേൻ പാറയുണ്ടല്ലോ, അതിനകത്തേക്ക് ഒരു പവർ വന്നാൽ സ്തോത്രം, അത് പൊട്ടി അതിനകത്തു നിന്നും വരുന്ന നീരുറവ നിന്റെ ആയുസ്സിൽ തീരാത്ത വിധത്തിൽ അതിന്റെ നന്മ നീ ഇന്ന് പകല് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി ചില കൂടാരങ്ങൾക്കകത്ത് ചില ഡൈനാമിക് പവർ പോലെ ആമേൻ ചിലതിനെ ആമേൻ പൊട്ടിക്കേണ്ടതിനെ പൊട്ടിക്കുന്നു, ചിലതിനകത്തേക്ക് തുളച്ച് കയറേണ്ടതുപോലെ തുളച്ച് കയറുന്നു. ഇന്ന് പകല് വിശ്വസിക്കുന്നവർ പറ, ചില നീരുറവകൾ, ഒളിഞ്ഞു കിടക്കുന്ന നീരുറവകൾ നിന്റെ മുൻപിൽ പ്രത്യക്ഷമാകുന്നു. ഈ വചനത്തിന്റെ പവർ അത് അനുവദിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കിണർ ഒഴിച്ചപ്പം മണ്ണ് കുറെ എടുത്തപ്പം കണ്ടില്ല ഈ നീരുറവ. ആമേൻ. പാറ കണ്ടപ്പോഴും കണ്ടില്ല ഈ നീരുറവ. പക്ഷേ ആമേൻ ആ പാറയിൽ ആമേൻ കുഴികൾ ഉണ്ടാക്കി അതിനകത്ത് മരുന്ന് വെച്ച് കേപ്പ് വെച്ച് ടൈമർ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാറ പൊട്ടി പുറത്തു വന്നപ്പോൾ നീരുറവ പുറത്തു വന്നു. ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ പവർ അങ്ങനെയാ കേട്ടോ. നീ കാണാത്ത പലതും നിന്റെ കണ്ണിൽ പ്രത്യക്ഷമാക്കാൻ ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് കഴിയും. ഇന്ന് പകലത് വിശ്വസിക്കുക. ആമേൻ. നീ കാണാത്തത് നിന്റെ മുൻപിൽ പ്രത്യക്ഷമാകും. ഈ വചനത്തിന്റെ പവർ അത്രയും വലുതാണ്. ആമേൻ. ചില കൂടാരങ്ങൾക്ക് കാണിക്കത്തില്ലെന്ന പൈശാചിക മണ്ഡലങ്ങൾ വെല്ലുവിളി ഉയർത്തുന്ന ആ പോരിന് ഇന്ന് പകൽ ഈ വചനത്തിന്റെ ശക്തി മറനീക്കുകയാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ആമേൻ വിഷയങ്ങൾ ഡിലേ അനുഭവിക്കുന്ന ആമേൻ വ്യക്തികളുണ്ടെങ്കിൽ ആമേൻ വചനം മുറുകെ പിടിച്ചോണം. ആമേൻ. ഞാൻ പറയുന്നു ആമേൻ വിഷയങ്ങളിൽ ഡിലേ 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 വൈകിപ്പിക്കുന്ന പോര് ആമേൻ വൈകിപ്പിക്കുന്ന ആ വിഷയം ഇന്ന് പകലിൽ ഈ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ ഇവിടെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടാരങ്ങളിൽ വ്യക്തികൾക്ക് വേണ്ടി ആമേൻ ആമേൻ വിഷയങ്ങൾ ഞാൻ അയച്ചിട്ടും അതിനെ വൈകിപ്പിക്കുന്ന പോരിന് ഈ വചനത്തിന്റെ ശക്തി മറനീക്കാൻ തുടങ്ങുന്നു. എന്നോട് ആ പദം പറയാൻ പറയുന്നു. ചില വിഷയങ്ങൾ ദൈവാത്മാവ് മറനീക്കി നിന്റെ കരത്തിലേക്ക് നൽകുന്ന പകലോട്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, സ്തോത്രം. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും ആമേൻ കരത്തിലേക്ക് ലഭിക്കുന്നില്ല. ആമേൻ. ഒരു കിണർ ഒഴിക്കുമ്പോൾ ആമേൻ എത്രയോ പ്രതീക്ഷയോടെയാണ്, ഞാൻ അതൊരു ഉപമയായിട്ട് പറഞ്ഞെന്നുള്ളൂ, ഒരു ആമേൻ മനസ്സിലാക്കാൻ വേണ്ടി. എത്രയോ പ്രതീക്ഷയോടെയാണ്, എത്രയോ പണം ചെലവഴിച്ചാണ് അത് അധ്വാനിക്കുന്നത്. അധ്വാനിച്ചിട്ടും 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 വേണ്ട പോലെ സ്തോത്രം ആമേൻ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഉറവ കാണാൻ കഴിയാതെ സ്തോത്രം ഹല്ലേലൂയ അതിനെ മൂടി വെക്കുന്ന ആ പോരിനെ ഇന്ന് പകൽ നിങ്ങളുടെ വിഷയമായിട്ട് അത് തട്ടിക്കണം. വേണ്ട പോലെ ആ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ, ആ ആശ്വാസം അനുഭവിക്കുവാൻ കഴിയാതെ, ആ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ അതിനെ മൂടി വെക്കുന്ന ആ പൈശാചിക ഇരുട്ടിന്റെ ശക്തിയെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഈ വചനം കേൾക്കുന്ന നിന്റെ കാതിലൂടെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് അത് കയറുമ്പോൾ, അത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം അത് ആമേൻ ഒരു ഡൈനാമിക് ശക്തി എന്ന പോലെ ആ വിഷയത്തെ മറനീക്കുകയാണ്. ആ കരങ്ങൾ അടിച്ചാത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഇന്ന് പകലിൽ എന്റെ വിടുതലിന്റെ പകലാണ്. ഹല്ലേലൂയ. എനിക്ക് ചില സമയത്തൊക്കെ തോന്നിപ്പോകാറുണ്ട്, നിങ്ങളുടെ ഓരോ വിഷയങ്ങളിൽ നിങ്ങളെക്കാൾ ഭാരം ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. സ്തോത്രം. എന്താ അതിന്റെ കാരണം എന്നറിയോ? ആമേൻ പ്രാർത്ഥന കൂട്ടായ്മകളിൽ, ആത്മീയ കൂട്ടായ്മകളിൽ വന്നിരുന്നിട്ട് കേൾക്കുന്ന വചനം ആമേൻ ഉറങ്ങിയും തൂങ്ങിയും മയങ്ങിയും കേട്ടിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. ആമേൻ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കരമടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആമേൻ അതും ഒരു പൈശാചിക
സ്ഥലമാണ്. നീ ആരാധിച്ചാൽ നിനക്ക് വിടുതലുണ്ടെന്ന് പിശാചിനറിയാം. നീ സ്തോത്രം പറഞ്ഞാൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് പൈശാചിക മണ്ഡലങ്ങൾക്കറിയാം. നീ ആത്മാവിൽ കർത്താവിന് മഹത്വം കൊടുത്താൽ നിനക്ക് വിടുതലുണ്ടെന്ന് കർത്താവിൻ പിശാചിനറിയാം. പിശാച് അതുകൊണ്ട് എന്തോ ചെയ്യും? അവന്റെ മുഴു തന്ത്രവും നിന്നെ ഉപയോഗിക്കും. അവൻ ഉറക്കം വരുത്തും, അവൻ അസ്വസ്ഥത വരുത്തും, അവൻ ഭാരങ്ങൾ. ദൈവങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? പൗലോസും സീലാസും ഏറെ അടി കിട്ടിയിട്ട് ആമേൻ വല്ലാതെ ഭാരപ്പെട്ട്, ശരീരമെല്ലാം അടി കിട്ടി, സ്തോത്രം, വല്ലാതെ ഭാരപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. സ്തോത്രം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണെന്ന് ഓർക്കുക. സ്തോത്രം. നമ്മൾ ഇങ്ങനെയൊക്കെ വിളി കേട്ട് ഇറങ്ങിയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ദർശനം കണ്ടിറങ്ങിയിട്ട്, ആമേൻ, ഹല്ലേലൂയ, നിയോഗം ഏറ്റെടുത്തിറങ്ങിയിട്ട് ഇതാണല്ലോ അവസ്ഥ എന്ന് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ആ മുറിവും നോക്കിക്കൊണ്ട് ഇരുന്നിരുന്നെങ്കിൽ, സ്തോത്രം, ഒരു പ്രത്യേക ടൈം വരെ ആ മുറിവിൽ നോക്കി ഇരിക്കേ ആമേൻ അവർക്ക് കഴിയത്തുള്ളായിരുന്നു. പക്ഷേ അവർ മുറിവ് മറന്നു കേട്ടോ. അവരുടെ അടി മറന്നു, അവരനുഭവിച്ച വേദന മറന്നു, അവരനുഭവിച്ച ഭാരം മറന്നു. അവർക്ക് ആമേൻ കൈയും കാലും ആമത്തിൽ പൂട്ടിക്കിടക്കുമ്പോഴും അവരുടെ നാവിന് ബന്ധനമില്ലായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ചിലവർ സ്തോത്രം അറിഞ്ഞു പറഞ്ഞ അത് നിന്റെ കൂടാരത്തിന്റെ കെട്ടുപൊട്ടുമെന്ന് പൈശാചിക മണ്ഡലങ്ങൾക്ക് അറിഞ്ഞിട്ട് നിന്റെ മനസ്സിനെയും നാവിനെയും ശരീരത്തിന്റെ അവയവങ്ങളെയും ഒരുപോലെ ബന്ധിക്കുന്ന ആ ബന്ധനം ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ശക്തി ആ ബന്ധനം അഴിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവിന്റെ മഹത്വം ഞാൻ കരയേറ്റുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ആമേൻ, നമ്മളൊന്ന് സ്വയ പരിശോധന ചെയ്യണം. ഇവിടെ ഭക്തൻ പറയുക, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഒന്ന് സ്വയം സ്കാൻ ചെയ്യണം. സ്വയം സ്കാൻ ചെയ്യണം. സ്വയം സ്കാൻ ചെയ്യണം. അതിന് സമയം കണ്ടെത്തണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ജനത്തോട് ചോദിക്കാൻ എന്നോട് പറഞ്ഞത്, നമ്മുടെ ആത്മീയ നിലവാരം നമ്മളൊന്ന് സ്കാൻ ചെയ്യണം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഷാലോം കാരിക്കോട് സഭയുടെ ഭാഗം എന്തിനായത്? കർത്താവ് നിങ്ങൾക്ക് ഇത്രയും നല്ല ചർച്ച എന്തിനാ തന്നത്? ഇത്രയും സൗകര്യങ്ങൾ എന്തിനാ തന്നത്? നിങ്ങൾ പറ, സഭ പറ, ചമാരൊക്കെ ഒന്ന് പറ, എന്തിനാ തന്നത്? കർത്താവ് ഈ സൗകര്യങ്ങൾ നമുക്ക്, സൗകര്യമില്ലാതെ വാടക കെട്ടിടങ്ങളിലും ആമേൻ സാഹചര്യങ്ങളും സാധ്യതകളിൽ എത്രയോ പേരാ. നിങ്ങൾ മഹിമ സിസ്റ്ററോടൊന്ന് ചോദിക്കണം പേഴ്സണലി. മഹാരാജ് പാസ്റ്റർ, സ്തോത്രം, അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയുടെ അവർ കൊടുക്കുന്ന വില, കഴിഞ്ഞ ദിവസം അദ്ദേഹം ആമേൻ ആ ശുശ്രൂഷകൾക്ക് കൊടുക്കുന്ന വില, ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ ചർച്ചിനകത്ത് ഒത്തിരി പുതിയ കുടുംബങ്ങൾ, ഒത്തിരി പുതിയ വ്യക്തികൾ, സ്തോത്രം, അദ്ദേഹമായിട്ട് ഒരു ടൗണിൽ ആമേൻ കൊല്ലം പട്ടണത്തിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു സഭയാണ്. നമ്മുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിച്ച ദൈവ മനുഷ്യനാണ്. സ്തോത്രം. എത്രയോ പണം അദ്ദേഹം മുടക്കുന്നു, എത്രയോ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവനാമത്തിന് വേണ്ടി ഒരു സിംഗിൾ റുപ്പി, ആമേൻ, ദൈവനാമത്തിന് വേണ്ടി ഒരിറ്റ് വിയർപ്പ്, ആമേൻ, ദൈവനാമത്തിന് വേണ്ടി ഒരു സെക്കൻഡ് ടൈം ഞാനും നിങ്ങളും ചെലവഴിച്ചാൽ അത് ഒരിക്കലും നഷ്ടമാക്കാതെ അതിൻ്റെ നന്മ ഇരട്ടിയായിട്ട് എനിക്കും നിങ്ങൾക്കും മടക്കി തരുന്ന ഒരു നീതിയുള്ള ന്യായാധിപതിയായി ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ സഭ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് കർത്താവ് ഇത്രയും സൗകര്യങ്ങൾ തന്നത് എന്തിനാ? വന്നിരുന്ന് ചടങ്ങ് തീർത്ത് പോവാനാണോ?
സ്തോത്രം, ഹല്ലേലൂയ. ആരും അത് ധരിക്കരുത് കേട്ടോ. ആരും. ഒരു കാലഘട്ടം ദൈവം നമ്മളെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിടും. സ്തോത്രം. ഈ ആണ്ട് കായ്ക്കും, ഈ ആണ്ട് കായ്ക്കും, ഈ ആണ്ട് കായ്ക്കും. ഇങ്ങനെ യജമാനൻ ആമേൻ ഒരു കാലഘട്ടം നീട്ടി നീട്ടി വിടും. പക്ഷേ ടൈം കഴിയുന്നതോടെ വെട്ട് എപ്പോ വീഴുമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. സ്തോത്രം. ഇന്ന് പകലിൽ വളരെ ഗൗരവത്തോടെ, വളരെ ഭക്തിയോടെ ഈ ശുശ്രൂഷ, ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കയറണം. ദൈവം അനുവദിക്കുന്ന സമയം എനിക്ക് വേണ്ട പോലെ ഗ്രഹിക്കാനും, ദൈവം അനുവദിക്കുന്ന സമയം എനിക്ക് വേണ്ട പോലെ തിരിച്ചറിയാനും, അത് തിരിച്ചറിഞ്ഞ എന്റെ പ്രാണപ്രിയനെ ആരാധിക്കാൻ, എന്നെ ഒരുക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് പകലിലൊരു തീരുമാന പ്രാർത്ഥന ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ എടുക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ക്രോധിക്കുന്നു. സ്തോത്രം. എന്നും സമയം നീട്ടിത്തരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവാത്മാവ് എന്നോട് അങ്ങനെ ഒരു ദൂതിലേക്ക് പ്രവേശിപ്പാൻ എന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. ന്യായവിധി എവിടെ ആരംഭിക്കുന്നു? ദൈവഗൃഹത്തിൽ. പരിശുദ്ധാത്മാവ് വാക്യം എന്നോട് ഇടപെടുകയാണ്. ഞാൻ മെസ്സേജ് ഒരുങ്ങി അങ്ങനെയൊന്നും വന്നതല്ല. സ്തോത്രം. എൻ്റെ മെസ്സേജ്, എനിക്ക് ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ന്യായവിധി ദൈവഗൃഹത്തിനകത്ത് ആരംഭിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കുക, ഉണർന്ന് ജാഗരിക്കുക, അല്പം കൂടെ ദൈവത്തോട് അടുക്കുക, അല്പം കൂടെ സ്വയം പരിശോധന ചെയ്യുക. ന്യായവിധി ആമേൻ തോരാത്ത കണ്ണുനീരായിട്ട്, ആമേൻ തലപൊക്കാൻ കഴിയാത്ത വിധത്തിൽ, ആമേൻ ദേശത്ത് അപമാനിക്കപ്പെടാൻ വല്ലാതെ കച്ചകെട്ടി ഇറങ്ങി നിൽക്കുന്ന ദുരാത്മ വ്യാപാരത്തിന്റെ മുകളിൽ ഇന്ന് പകല് കൃപ പ്രാപിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തിട്ട് പറയണം, കർത്താവേ, എനിക്ക് പോരാട്ടത്തെ തരണം ചെയ്യാനുള്ള കൃപയില്ല. അല്ല, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഈ ആരാധനയ്ക്കകത്ത് അങ്ങനെ ഒരു കൃപ, ഏത് പ്രതിസന്ധി വന്നാലും അതിനൊരു തരണം ചെയ്യുവാൻ എന്റെ മേലൊരു കൃപ പകരണമേ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ വീട്ടിൽ ന്യായവിധി ആയിരുന്നോ? അതോ എന്തായിരുന്നു ഇയ്യോബിന്റെ വീട്ടിലുണ്ടായത്? നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ചർച്ചിനകത്ത് 33 കുടുംബങ്ങൾ ഇതുപോലെ സംഭവിച്ച, സ്തോത്രം, 12 വേണ്ട, അല്ലെങ്കിൽ ആടുമാടും ഒട്ടകമൊക്കെ മറക്കും, ഒരു 3 മരണം അടിക്കടി സംഭവിച്ചാൽ നമ്മൾ എന്തോ പറയും? നമ്മൾ എന്തോ എഴുതി വിടും? സഭ പറഞ്ഞേ, ന്യായവിധി. യോബിന്റെ വീട്ടിൽ നടന്നത് ന്യായവിധിയായിരുന്നോ? പിന്നെന്തായിരുന്നു? ദൈവത്തിന്റെ, ഓർക്കപ്പറ, ദൈവത്തിന്റെ ടെസ്റ്റ്, പരിശോധനയായിരുന്നു. പക്ഷെ പിശാച് എന്ത് ചെയ്യുകയായിരുന്നു? യോബിനെ, അത് ദൈവമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആമേൻ, പിശാചായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആരായിരുന്നു? സാത്താൻ ദൈവത്തിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇയ്യോബ് അവൻ നേരുള്ളവൻ, അവൻ ആമേൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ അങ്ങനെയാണ്. നേരുള്ളവൻ, യഹോവ ഭക്തൻ, ആമേൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, ഇങ്ങനെ ആമേൻ നീണ്ട ലിസ്റ്റിന് ഉടമയായിട്ട് സാക്ഷ്യം നിലനിർത്തി പോകുന്ന ഈ ഭക്തനെ സംബന്ധിച്ച് സാത്താൻ വന്നിട്ട് പറയുകയാണ്, നീ യഹോവ അവന് ചുറ്റും എന്ത് ചെയ്തിരിക്കുകയാണ്? വേലി. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ദൈവമക്കളെ, നമ്മുടെ സുഖലോലിപിത, ആമേൻ, നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയെടുത്തതാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്, ചിന്തിക്കരുത്. നമ്മുടെ സുഖ സൗകര്യങ്ങൾ, നല്ല വീട്ടിൽ പാർക്കുമ്പോൾ, നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് നല്ല സാലറി ഉണ്ടാകുമ്പോൾ, അവർക്ക് ജോലി ഉണ്ടാകുമ്പോൾ, വീട്ടിനകത്ത് വെച്ചൊഴിക്കാൻ ആമേൻ ഒഴിച്ചു വെച്ച കഞ്ഞിക്കകത്തേക്ക് ഉപ്പിടാൻ ആമേൻ ദൈവം അതിനുള്ള സാധ്യതകൾ ഒരുക്കുമ്പോൾ, ഇത് എൻ്റെ അധ്വാനം കൊണ്ടാണ് എന്ന് നമ്മൾ ആരും ധരിക്കരുത്. നമ്മൾ അറിയാതെ നമ്മെ വേലി കെട്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്.
മനസ്സിലായോ? എന്നെയും നിങ്ങളും ഞാനും നിങ്ങളും ഒന്നും അറിയാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. കിടക്കുന്ന കിടപ്പിനകത്ത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ, സ്തോത്രം, എന്താണെന്ന് അറിയത്തില്ല. ഈ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടു. സ്തോത്രം. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് ചലിക്കാം. ഞാൻ കൈയും കാലും പൊക്കിയിട്ട്, സ്തോത്രം, എനിക്ക് ചലിക്കാൻ പറ്റാത്തതുപോലെ വല്ലാത്തൊരു അസ്വസ്ഥത എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ ആ ഉറക്കത്തിനടിയിൽ ഞെട്ടി ഉണർന്നിട്ട് എൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കാൻ നോക്കി, കാല് ചലിപ്പിക്കാൻ നോക്കി. എനിക്ക് കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, നാളെ രാവിലെ യോഗത്തിന് നിൽക്കണമല്ലോ, മെസ്സേജ് പറയണമല്ലോ, ആരാധന ലീഡ് ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയാണ് വന്നത്. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ആരോഗ്യം, എൻ്റെ എന്തോ ആ കിടന്ന കിടപ്പിൽ ബ്ലഡ് പ്രഷറിൻ്റെ ആയിരിക്കാം. സ്തോത്രം. ശരീരത്തിൻ്റെ ഒരു ഭാഗം, എൻ്റെ കൈയും കാലും എനിക്ക് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ യോഗം കഴിയുമ്പോൾ ബേബിച്ചാനോട് ചോദിക്കണം. അതിൻ്റെ അവസ്ഥ കിടന്ന കിടപ്പിൽ നിന്ന് ലില്ലിക്കുട്ടി അമ്മാമേ എണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ, രാവിലെ സുഖമായിട്ട് രാത്രി പുതച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആ കട്ടിലിൽ നിന്നും സ്വയമായിട്ട് നമുക്കൊന്ന് എണിക്കാൻ കഴിയാതെ വന്നാൽ അതിൻ്റെ പ്രയാസം എന്തുമാത്രമുണ്ട്. സ്തോത്രം. അപ്പൊ മനസ്സിലാക്കണം. സ്തോത്രം. അങ്ങനെ നമ്മൾ ഹല്ലേലൂയ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. ഇന്ന് പകലിൽ അത് പറയുമ്പോൾ ആത്മാവിൽ സ്തോത്രം പറയണം. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കാതെ ഇന്ന് പകലിൽ 91-ാം സങ്കീർത്തനം പറയുന്നു, പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനുണ്ട്. പക്ഷെ ഇതൊന്നും ബാധിക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്. അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഞാനിവിടെ ഉയർത്തുന്നത് കേവലം ഒരു ഊമ വിഗ്രഹത്തെയല്ല, ഇന്ന് പകൽ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാനിവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ മയങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുക? മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഇയ്യോബിന്റെ ഭവനത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപക്ഷെ നാട്ടുകാർ പറഞ്ഞു കാണും, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ പറഞ്ഞു കാണും, ഇത് ന്യായവിധി, ഇത് അവൻ ദൈവദോഷം ചെയ്തിട്ട്, ഇത് അവൻ്റെ കൊള്ളരുതായ്മ കാരണം, ഇത് അവൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം 100 പേര് ഇയ്യോബിന് നേരെ ഒരുപോലെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരുപോലെ നാട് മുഴുവൻ ആ ഭക്തന് നേരെ വിരൽ ചൂണ്ടുമ്പോഴും ഉള്ളു തേങ്ങിക്കൊണ്ട് ആ ഭക്തൻ പറഞ്ഞു, എൻ്റെ ദൈവം തന്നു, എൻ്റെ ദൈവം എടുത്തു, എൻ്റെ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിന് അകത്തനുഭവിക്കുന്ന നന്മയ്ക്കായിട്ട് സ്തോത്രം പറയണം. ഇന്ന് പകൽ നീ ഏതെങ്കിലും നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ആരാധനയിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിനും വേണ്ടി സ്തോത്രം പറഞ്ഞിട്ട് പറയണം, യഹോവ തരുന്നതല്ലാതെ എനിക്കൊന്നും വേണ്ട, യഹോവ തന്ന എല്ലാറ്റിനുമായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ കരമുയർത്തി കർത്താവിന് നല്ല മഹത്വം. സ്തോത്രം. അപ്പോ ഇയ്യോബിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു ദൈവം. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ നമ്മെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, കരുതുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടായിട്ട് അവനെ എങ്ങനെ ആരാധിക്കണം, അവനെ എങ്ങനെ ആരാധിക്കണം? വചനം പറയുന്നു, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ഇന്ന് പകലിൽ അകം തിളയ്ക്കുന്ന മനോഭാവത്തോടെ ദൈവത്തോട് പറയണം, എന്നെ ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം, എനിക്ക് ശ്വാസം നൽകിയ ദൈവത്തിനായിട്ട് സ്തോത്രം, എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് നൽകിയ ദൈവത്തിനായിട്ട് സ്തോത്രം, എന്റെ കൈകാലുകൾക്ക് ബലം നൽകിയ ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഈ ദൈവത്തെ ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഹല്ലേലൂയ. അക്കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ ഭക്തൻ പറയുക, നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും.
പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആലോചനയാണ് സഭയെ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുക. ദൈവഭക്തി സഭയെ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുക. ഉറങ്ങാത്തവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇത്രയും പേർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ദൈവഭക്തിയെ സഭയ്ക്കകത്ത് പരിശോധിക്കുക. ഞാൻ എപ്പോഴോ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം. നമ്മളെല്ലാം ഭക്തിക്ക് ആധാരമാക്കുന്ന ഈ വിധത്തിലുള്ള ചില കാര്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം. ഭക്തിക്ക് നമ്മൾ ആധാരമാക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും ആ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വന്നു. ദൈവാലയത്തിലെ ഒരു പ്രാർത്ഥനയിൽ 2 പ്രാർത്ഥന, 2 പേരുടെ പ്രാർത്ഥന. ദൈവാലയമാണ് സന്ദർഭം. അവിടെ 2 വ്യക്തികൾ വരുന്നു. ഒരുവൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായകയാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? അയ്യോ, അയാള് ദൈവത്തിന് സ്തോത്രം പറയുന്നതിന്റെ കാരണം മനസ്സിലാക്കിയോ? എന്താ കാരണം? പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ. മറ്റൊരാളുടെ പ്രാർത്ഥന ഏതാ? ആ ചുങ്കക്കാരൻ. ഏതാ ചുങ്കക്കാരൻ? ഈ മനുഷ്യൻ, പരീശനായ ഈ മനുഷ്യൻ പറഞ്ഞ ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കണം. സ്തോത്രം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 2 പേരുടെയും സ്തോത്രവും 2 പേരുടെയും സ്തുതിയും 2 പേരുടെയും പ്രാർത്ഥന വാക്കുകളും പരിശോധിച്ചാൽ, ഒരുവൻ സ്തോത്രം പറയുന്നു, ഒരുവൻ പ്രാർത്ഥിക്കുന്നു, ഒരുവൻ ആരാധിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇവനെ പോലെ അല്ലായകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റവൻ പറയുക, എന്നെ ഇതുപോലെ സ്നേഹിച്ച, എന്നെ ഇതുപോലെ വീണ്ടെടുത്ത, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മളെ സ്വയം ഒന്ന് സ്കാൻ ചെയ്യണം. നമ്മൾ ആരെ വിധിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്? യോഗത്തിന് വന്നിട്ട് നമ്മൾ ആരെ വിധിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്? നമുക്കൊരു ബോധ്യം വേണം കേട്ടോ. യോഗത്തിന് വന്നിട്ട് നമ്മൾ സ്വയം വിധിച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് ആ യോഗത്തിനകത്ത് ദൈവം എനിക്ക് ചെയ്യാനുള്ള ആ വിടുതൽ നേടിയിട്ട് എനിക്ക് പോകണമെന്ന് പ്രാർത്ഥനയോടെ വരുന്ന ദൈവമക്കൾക്ക് ഞാൻ ഉറപ്പ് പറയാം, ആ യോഗങ്ങൾ വിടുതലാണ്.
സ്തോത്രം. ആ പാട്ട് ശരിയായില്ല, അവൻ്റെ കൊട്ട് കണ്ടോ, അവൻ്റെ ശൈലി കണ്ടോ, രീതി കണ്ടോ, എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ആ പാട്ടിൻ്റെ വരികൾ? ഇങ്ങനെ എന്തുമാത്രം പുകിലുകളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് കിടന്ന് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. ഇന്ന് പകലിൽ സ്വയം പരിശോധിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത് എന്നെ വീണ്ടെടുത്ത ദൈവത്തിനെ, എന്നെ. അപ്പോൾ ചിത്രം ഇതാണ്. ഞാൻ ദൈവമക്കളോട് പറയാം, ബാഹ്യമായ പ്രകടനങ്ങളല്ല ദൈവഭക്തിക്കുള്ള ആധാരം. ദൈവഭക്തിക്കുള്ള ആധാരം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ എത്രമാത്രം നിഷ്കളങ്കതയുണ്ടെന്നാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ മനസ്സ് എത്രമാത്രം ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് ദൈവം നോക്കുന്നത്. ദൈവഭക്തിയുടെ ആധാരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധീകരണവും, ആമേൻ, ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും, ആമേൻ, ജീവിതത്തിൻ്റെ ആമേൻ ക്രമപ്പെടുത്തലുകളുമാണ് ദൈവഭക്തിക്ക് ആധാരം. സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് തീമോത്തിയോസിന്റെ ലേഖനത്തിലാണ്. തീമോത്തിയോസിന്റെ ലേഖനം ഏകദേശം 11-12 പ്രാവശ്യം ദൈവഭക്തിയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോടുള്ള ആ ലേഖനത്തിൽ പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ദൈവഭക്തിയെ കുറിച്ച് രണ്ടാം അധ്യായം 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 തിമോത്തിയോസ് 2. സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. വിശേഷാൽ രാജാക്കന്മാർക്കും. കണ്ടോ ആ പദം കണ്ടോ? എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. തിമോത്തിയോസ് ഒരു പാസ്റ്ററാണ്. എന്നാൽ തിമോത്തിയോസിന്റെ ഹെഡ് പാസ്റ്റർ ആയിരിക്കുന്ന പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുകയാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം? സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കണം. അവിടെ പൗലോസ് പറയുന്നത് സർവഭക്തി എന്ന് പറഞ്ഞാൽ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ, ഭക്തിക്ക് ആധാരം പ്രകടനമായ ബാഹ്യമായ കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. നമ്മുടെ ദൈവഭക്തിക്ക് ആധാരം നമ്മൾ പ്രകടമാക്കുന്ന ഈ കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവഭക്തിക്ക് ആധാരമാക്കുന്നത്, ആമേൻ, ചിലവരുടെ പ്രാർത്ഥന ശൈലി കണ്ടിട്ടായിരിക്കാം. ചിലവരുടെ സ്തോത്രം ആ കരം കൊട്ടും പാട്ടും രീതികളും കണ്ടിട്ടായിരിക്കാം. ചിലവര് സ്തോത്രം അവരുടെ നടപ്പും അവരുടെ വേഷധാരണത്തിലായിരിക്കാം. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ ഈ ബാഹ്യമായ ഈ കാണുന്ന നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ വരുത്തുന്ന, യെസ് ഓഫ് കോഴ്സ്, നമ്മൾ വേണ്ട പോലെ നമ്മുടെ ദൈവഭക്തി നമ്മൾ പ്രകടമാക്കുമ്പോൾ മറ്റൊരുത്തൻ്റെ ആത്മീയതയ്ക്ക് അത് കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവഭക്തി നമ്മൾ സ്വയം നന്നായിട്ട് പരിശോധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. മറ്റൊരാൾക്ക് നമ്മുടെ ഭക്തി മറ്റൊരാൾക്ക് കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് അത് ബലഹീനത വരുത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ വേഷധാരണം, നമ്മുടെ ബാഹ്യമായ ഏത് പ്രകടനമായിക്കൊള്ളട്ടെ, മറ്റൊരു വ്യക്തിക്ക് സ്തോത്രം നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ ഭാഷ കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ സംസാരം കൊണ്ടോ മറ്റൊരു വ്യക്തിക്ക് അസ്വസ്ഥതകൾ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നന്നായിട്ട് നമ്മൾ സ്വയം പരിശോധിക്കണം. സ്തോത്രം. അനീഷ് പാസ്റ്റർ പറഞ്ഞു,
ഈ പുള്ളിക്ക് ഒരാളെ അറിയാം, അണ്ടകടാകം രാജു. അണ്ടകടാകം രാജു. പിന്നെ ഒരു സംഭവം കൂടെ പറഞ്ഞു, അഖിലാണ്ടം മോളിയമ്മ. അഖിലാണ്ടം മോളി എന്താണെന്നറിയോ? പുള്ളി പറഞ്ഞതാണ് കേട്ടോ. ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവമേ. പിന്നെ പിള്ളേര് പുള്ളിക്ക് എന്തിട്ടെന്നറിയോ? അണ്ടകടാകം രാജു എന്നിട്ടു പേര്. അഖിലാണ്ടം മോളിയമ്മ. ഏത് സമയത്തും പ്രാർത്ഥിക്കുക അഖിലാണ്ടങ്ങളെ. നേരത്തെ പറഞ്ഞ ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു തലം ഓപ്പൺ ആക്കിയിട്ട് പ്രാർത്ഥിക്കുന്നവർ ഇതിന് എത്ര പേരുണ്ട്? നമ്മൾ ഈ പഠിച്ചു വെച്ച കുറേ വാക്യങ്ങൾ, കുറേ ചിന്തകൾ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പെട്ടെന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന, ഡൈവേർട്ട് ചെയ്യുന്ന ഒരു കാലം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. സ്തോത്രം. പ്രാർത്ഥന തലത്തിനകത്ത്, ആരാധനയ്ക്കകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിപ്പാടിൽ നമ്മൾ ആ മേഖലയിലേക്ക് കയറിയിട്ട്, സ്തോത്രം, ആത്മാവിൽ അതിനെ വെട്ടുമ്പോൾ മാറിപ്പോയ തടസ്സങ്ങൾ, സ്തോത്രം, അനുഭവിച്ച പിതാക്കന്മാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. നമുക്കത് നഷ്ടമായില്ലേ? ഇന്ന് പകല് ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്കകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ, പ്രാർത്ഥനയ്ക്കകത്ത് അല്ലെങ്കിൽ ആരാധനയ്ക്കകത്ത് കാണിക്കുന്ന ബാഹ്യ പ്രകടനങ്ങളാകട്ടെ, ഇതൊന്നുമല്ല, സ്തോത്രം, നമ്മുടെ ഭക്തിയുടെ ആധാരം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്കൊന്ന് മടങ്ങി വരാൻ കർത്താവിലേക്ക്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നുണ്ട്, ആമേൻ, മടങ്ങി വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ന്യായവിധിയുടെ കരം വിട്ടൊഴിയാതെ കൂടാരത്തിന്റെ മുകളിൽ വെക്കുന്ന സമയങ്ങൾ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ നന്നായിട്ട് വിവേചിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നു. യഹോവ ഭക്തിയിലേക്ക് മടങ്ങി വരിക. ആമേൻ. തികഞ്ഞ ആത്മാർത്ഥതയിലേക്ക് മടങ്ങി വരിക. ആമേൻ. ബാഹ്യമായ മുഖത്തോ, ആമേൻ, ബാഹ്യമായ ശരീരതലങ്ങളിലോ കാണുന്ന ഇതൊന്നുമല്ല. ആത്മാവ് സകലത്തെയും വിവേചിക്കുന്നു. ആത്മാവ് സകലത്തെയും ആരായുന്നു. ഇന്ന് പകലിൽ ആത്മാവിന് വിധേയപ്പെടുക. ഹല്ലേലൂയ. 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 കർത്താവ് നമ്മളെ ആ കോടതിക്കകത്ത് കയറ്റി നിർത്തിയാൽ, ദൈവ കോടതിയുടെ അകത്തേക്ക് നമ്മൾ നമ്മളെ കയറി നിർത്തിയാൽ, സ്തോത്രം, ന്യായീകരിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ആത്മാവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ നിന്നെ ആ കോടതിക്കകത്ത് കയറ്റി നിർത്തിയാൽ എന്നോട് ന്യായീകരിക്കാൻ നിനക്ക് കഴിയുമോ? സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ സഭയോട് ചോദിക്കുകയാണ്, ആമേൻ, ആ കോടതിക്കകത്ത് കയറി നിൽക്കുമ്പോൾ, ആമേൻ, ചോദ്യങ്ങൾ ആത്മാവ് നമ്മളോട് ഉന്നയിച്ചാൽ, ആമേൻ, നമുക്ക് നൽകിയ ദൈവകൃപ, നമുക്ക് നൽകിയ ഫെസിലിറ്റികൾ, നമുക്ക് നൽകിയ ദൈവിക, ആമേൻ, പദ്ധതികൾ, ദൈവത്തിന്റെ ഫേവറുകൾ, അത് എത്രയും, ആമേൻ, നൽകിയിട്ടും അത് അനുഭവിച്ചിട്ടും വേണ്ട പോലെ നന്ദി കാണിക്കാതെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് ചോദിച്ചാൽ അതിന് ന്യായീകരിക്കാൻ നമ്മുടെ പക്കൽ എന്ത് വാക്കുണ്ട്? ഹല്ലേലൂയ. 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 ഭക്തിയോടെ മടങ്ങി വരട്ടെ. ഭക്തിയിലേക്ക് മടങ്ങി വരട്ടെ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, 5-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാം അധ്യായം 4-ാം വാക്യം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുന്നു, വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. സ്തോത്രം. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുൻപേ
കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ആമേൻ. ഞാൻ ആ ആദ്യത്തെ സെന്റൻസ് അങ്ങനെ വിടുക. ആദ്യത്തെ സെന്റൻസ് ഞാനൊന്ന് മാറ്റി നിർത്തുക. ഇങ്ങനെ പറയുന്നു, സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം കാണിക്കുന്ന തലമുറ. സ്തോത്രം. മക്കള് മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. ദൈവത്തോടുള്ള ഭക്തി ആമേൻ പ്രകടമാകുന്നത് ആദ്യത്തിൽ തന്നെ നമ്മുടെ അപ്പനും അമ്മയും പറയുന്ന അനുസരിക്കാന്നുള്ളതാ. എന്നോട് എത്രയോ പേര് പറയാറുണ്ട്, പാസ്റ്റർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതെന്താണ് എന്താടാ പാസ്റ്റർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്താ അപ്പനും അമ്മയും അങ്ങനെ പറയുന്നേ? എന്താ ജോഷേ, മൈക്ക് വേണോ? എന്താടാ മോനെ, ഫോൺ എടുത്ത് വെക്കുക കേട്ടോ. എന്താ അങ്ങനെ പറയുന്നേ? പാസ്റ്റർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താ അതിന്റെ കാരണം? അവൻ പറയട്ടെ. അവര് പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് പാസ്റ്റർ ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പറയുക, ദൈവത്തോടുള്ള ഭക്തി അമ്മയപ്പന്മാര് പറയുന്നത് കേൾക്കുന്നത്, അവരെ സ്നേഹിക്കുന്നത്. ഓ, ആ സഹോദരിയുടെ പേരെന്താ? ഇന്നലെ മരിച്ച ഒരു അമ്മയാ, ലീലാമ്മയ, 50 വയസ്സുള്ള. സ്തോത്രം. ഗീതമ്മ, 50 വയസ്സേ ഉള്ളൂ ഗീതമ്മ. അയ്യോ, ജെറി പൂവക്കാല എഴുതി 9 മാസം, 9 ആഴ്ച, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക ആ അമ്മ ആ ഉദരത്തിനകത്ത് കൊണ്ടിട്ട് അമ്മ കഴിക്കുന്നത് കഴിച്ചും അങ്ങനെ വളർത്തിയ ആ കുഞ്ഞിന് അത്രയും വേദനിച്ച് ജന്മം നൽകിയിട്ട് അവനെ എങ്ങനെ പറ്റി ആ കത്തി ആ അമ്മയുടെ കഴുത്തിനിട്ട് കുത്താൻ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഉറപ്പുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കാർക്ക്, മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ മക്കൾ നാളെ അങ്ങനെ തിരിയില്ലെന്ന്? ഉറപ്പിക്കൊന്നും വേണ്ട. ലോകം, നമ്മുടെ സമൂഹം, ഞാൻ ഭയക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്. എനിക്കും 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞാൻ കർത്താവിനോട് പറ, കർത്താവേ, ആമേൻ, 38 വയസ്സ് 39 വയസ്സ് എനിക്കാകുന്നു. കർത്താവേ, ഞാൻ എൻ്റെ കൊച്ചിലൊരു 15-20 വർഷം പുറകോട്ട് നോക്കി അന്നത്തെ ഒരു സമൂഹമല്ല ഇന്നത്തെ ഒരു കാലഘട്ടം, ഇന്നത്തെ ഒരു സമൂഹം. കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. കൊച്ചു കുഞ്ഞിന്, ആമേൻ, 4-5 വയസ്സുള്ള കുഞ്ഞിന് പിരി കയറിയിട്ട് ഭ്രാന്ത് കാണിക്കുന്നത് കണ്ടിട്ട്, സ്തോത്രം, അവൻ്റെ അപ്പനും അമ്മയും കൂടെ അവനെ, ആമേൻ, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവനെ സ്കാൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവനെ കൗൺസിൽ ചെയ്ത് വന്നപ്പോൾ പിടികിട്ടിയത് എന്താണെന്നറിയോ? ആമേൻ, അയൽവാസി, തൊട്ട് അടുത്ത് പാർക്കുന്ന അവൻ്റെ അയൽവാസി, സ്തോത്രം, അവന് മുട്ടായി കൊടുത്തിട്ട് വേറൊരിടത്ത് പോയിട്ട് കൊച്ചു കുഞ്ഞ കളിക്കുന്ന ഇടത്ത്, ആമേൻ, കൊണ്ട് കച്ചവടം നടത്തുന്നത് മേടിച്ച് ഈ കുഞ്ഞ് കൊണ്ട് കൊടുക്കും. 5 വയസ്സുകാരൻ അവന്റെ പിരി കയറിയപ്പോ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ, ആമേൻ, കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഇവൻ പറയുക, ആമേൻ, ചോദിച്ചു വന്നപ്പോ കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞടാ, ആന്റോണൽ നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ അവനേക്കാളും കൊച്ച. സ്തോത്രം. ഇറുമ്പയത്തിതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? നമ്മുടെ ഈ കീഴൂരില്ലെന്ന്, ഈ ചുറ്റുപാടുമില്ലെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ആമേൻ. ഇന്ന് ലോകം വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ഇതിന്റെ മധ്യത്തിൽ എൻ്റെ തലമുറ വഴിപിഴച്ചു പോകാതിരിപ്പാൻ, എൻ്റെ മക്കൾ ഗതി തിരിഞ്ഞു പോകാതിരിപ്പാൻ, കൃപയിലേക്ക് മടങ്ങി വരാൻ എൻ്റെ മക്കളുടെ മേലൊരു ദൈവഭയം, ആമേൻ, അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മക്കളോട് പറയാം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾ പറഞ്ഞേ, എല്ലാവർക്കും മന്ദബുദ്ധികളോ? നല്ല ബുദ്ധി.
സ്തോത്രം. അവയെ ആചരിക്കുന്ന ആരും മന്ദബുദ്ധികളാകില്ലെന്ന് പറയണം. സ്തോത്രം. ആമേൻ. ഇന്ന് പകലിൽ അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ മന്ദബുദ്ധിയാക്കരുത്. കാരണം ഞാൻ കർത്താവിനോട് അടുക്കുന്നു. കർത്താവേ ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നു. എൻ്റെ ഭക്തിയെ കർത്താവിനോട് അടുത്തു വരാൻ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് സഭകളിൽ ഇത് പറയാൻ ആളില്ല. ഇന്ന് ആമേൻ പറഞ്ഞാലോ മുഖം മാറും. എനിക്ക് നന്നായിട്ടറിയാം, പറയുന്നതിന് മുഖം കടിപ്പിക്കും. പക്ഷേ ആമേൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിനകത്തു നിന്ന് ഞാനിത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മക്കൾ അപ്പനമ്മമാരെ ബഹുമാനിക്കട്ടെ. മക്കൾ ആമേൻ അമ്മമാരിലേക്ക് മടങ്ങി വരട്ടെ. അവർ അപ്പനമ്മമാരെ ആദരിക്കട്ടെ. അവർ പറയുന്നത് അനുസരിക്കട്ടെ മക്കൾ. സ്തോത്രം. കേട്ടോ, മുടി ഇങ്ങനെ വെട്ടണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കാം. പിന്നെ അപ്പനോട് ചോദിക്കാം, ഞാൻ എങ്ങനെയാ വെട്ടണ്ടേ? ഈ ഡ്രസ്സ് വേണ്ട, ഈ ഷർട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ ദേശത്തെ ദുരാത്മാവിന്റെ വ്യാപാരം. ആമേൻ. ആ വിധത്തിൽ കുടുംബങ്ങളെ ചിതറിക്കുക എന്നുള്ളതാണ്. ആമേൻ. സഭയ്ക്കകത്ത് ആമേൻ ഭിന്നതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തലമുറകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് പകല് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പറയണം, എൻ്റെ കുടുംബത്തിനകത്ത് ദേശത്തിൻ്റെ, ഞാൻ ആവർത്തിച്ച് ഓരോ ആഴ്ചയിലും പറയുന്നത്, സ്തോത്രം, ഈ വചനം ഓരോ ആഴ്ചയിലും എൻ്റെ ദൈവമക്കൾ ഓരോ നിമിഷവും ഉരുവിടണം. ദേശത്തിൻ്റെ വാഴ്ചകൾ എൻ്റെ കൂടാരത്തിനകത്ത് ആമേൻ വാഴാൻ ദൈവമേ അവ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്താം, സമയം മുൻപോട്ട് പോയല്ലോ, വേഗത്തിൽ നിർത്താം. സ്തോത്രം. 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവ നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടർന്ന്, സ്തോത്രം, ഹല്ലേലൂയ, എന്നിവയെ പിന്തുടർന്ന് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. അതിനായിട്ടല്ലോ ആമേൻ നീ അനേകം വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചത്. സ്തോത്രം. ആദ്യം പറയുകയാണ് ആമേൻ നീതി, ഭക്തി. ആമേൻ. ഇതൊരു പോരാട്ടമാണ് കേട്ടോ. ഭക്തി എന്ന് പറയുന്നത് ഒരു പോരാട്ട ആയുധമാണ്. സ്തോത്രം. ഇത് പോരാട്ട ആയുധമാണ്. ഇത് ധരിക്കണം നമ്മൾ, ഇത് ധരിക്കണം ഭക്തി. സ്തോത്രം. അടുത്തൊരു പദമുണ്ട് അവിടെ. ആമേൻ. അത് എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു പദമാണ്. ആ വാക്യം ആരെങ്കിലും കണ്ടോ? ആമേൻ. ആമേൻ. ഭക്തിയെ ധരിച്ച് അതിൻ്റെ ശക്തി. ആ വാക്യം ഒന്ന് വായിച്ചേ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ. സ്തോത്രം. 2 തിമോഥെയോസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, 2 തിമോഥെയോസ് 3:5. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. സ്തോത്രം. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക? വിട്ടൊഴിയുക. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ വാക്യം. ആമേൻ. ദൈവപ്രിയമില്ലാതെ. അതിന്റെ 1-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. 1-ാം വാക്യം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും കണ്ടോ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും വാത്സല്യമില്ലാത്തവരും കണ്ടോ, ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്വഭാവങ്ങൾക്ക് ഉടമകളായി. ഏത് കാലഘട്ടത്തില്? അന്ത്യകാലഘട്ടത്തിൽ. കർത്താവിന്റെ വരവടുക്കുന്ന സമയത്ത് ഈ വിധത്തിലുള്ള സ്വഭാവങ്ങൾ ഉടമകളായി മാറുന്ന ജനം. സ്തോത്രം. അവരെങ്ങനെയുള്ളവരാണ്? ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയക്കാതെ, സ്തോത്രം, സുഖലോലിപത ആഗ്രഹിച്ച്, സ്തോത്രം, ലോകമോഹങ്ങളെ കണ്ടുകൊണ്ട് ലോകത്തിന്റെ സുഖം ആമേൻ അനുഭവിച്ചു പോകുന്നവർ. ആമേൻ. അവരെങ്ങനെയാ? ആമേൻ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി എന്ത് ചെയ്യും? ത്യജിക്കുന്നു. സ്തോത്രം. അപ്പോ ആമേൻ, ഞാനിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഭക്തിക്കൊരു ശക്തിയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞില്ല.
ഭക്തിക്കൊരു ശക്തിയുണ്ട്. ഇതൊരു ആയുധമാണ്. ഭക്തി ഒരു ആയുധമാണ്. സ്തോത്രം. ദൈവഭക്തി ഒരു ആയുധമാണ്. അതാണ് ഹിസ്കിയാവ് പറഞ്ഞു, ഞാൻ ആമേൻ നിന്നെ സേവിച്ചത്, ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നത്, ഞാൻ ദൈവത്തോട് കാണിച്ചത്. സ്തോത്രം. ഇതൊന്നും നീ മറന്നു കളയരുത്. എൻ്റെ ആവശ്യത്തിന് നീ എനിക്ക് സഹായിച്ചേ മതിയാകത്തുള്ളൂ. എൻ്റെ ഈ ദീനം എനിക്ക് മാറ്റിത്തരണം. പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഹിസ്കിയാവിന് ആയുസ്സിന് നീട്ടിക്കൊടുത്തു. ആമേൻ. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഭക്തി ആമേൻ അത് വാസ്തവമാണെങ്കിൽ ദൈവം മുൻപാകെ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. കർത്താവേ, എനിക്കിത് സാധിപ്പിച്ചു തരണം. ഞാൻ കാണിക്കുന്ന ദൈവഭക്തി ഞാൻ ദൈവത്തോട്, വേറെ ആരോട് നിങ്ങൾ പറയണ്ട, ദൈവത്തോട് പറയാം. എല്ലാ കണ്ണും അടയ്ക്കാം. ഞാനോ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. നിങ്കലുള്ള ഭക്തിയോടെ എല്ലാ കണ്ണും അടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവിനോട് പറഞ്ഞ്, ഈ വചനം എന്നിൽ ക്രിയ ചെയ്യണം, ഈ വചനം എന്നിൽ മാറ്റങ്ങൾ വരുത്തണം, ഈ വചനം എന്നിൽ ആമേൻ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കണം. കർത്താവേ, എന്നിലെ വേണ്ടാത്തതെല്ലാം എന്നിൽ പറിച്ചു മാറ്റാൻ എന്നെ സഹായിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വേണ്ടവർ പ്രാർത്ഥിക്കണം. എന്തോ ആമേൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ ഒരു ന്യായവിധിയുടെ കരം ആമേൻ എപ്പോഴും വചനം കേട്ടിട്ടും എപ്പോഴും വചനം സംസാരിച്ചിട്ടും വചനം ആമേൻ അതെല്ലാം കേട്ടിട്ടും വേണ്ട പോലെ ആമേൻ അതിനോട് താരാതമ്യപ്പെടുത്തുവാൻ കഴിയാതെ, വചനത്തോട് ഇഴകിച്ചേരാൻ കഴിയാതെ, ഒരു മത്സര ബുദ്ധിയായിട്ട് ആമേൻ ഹൃദയത്തെ കഠിനമാക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ന്യായവിധിയുടെ കരം ആമേൻ ഗ്രഹത്തിൽ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ തികഞ്ഞ ബഹുമാനത്തോടും ഭയത്തോടും കൂടെ കർത്താവിങ്കിലേക്കൊന്ന് മടങ്ങി വന്നിട്ട് പറ, കർത്താവേ, നീ ആമേൻ മറ്റാരുടെ മുൻപിൽ എൻ്റെ ഭക്തി തെളിയിക്കേണ്ട കർത്താവേ, എനിക്ക് എൻ്റെ ഭക്തി എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് തെളിയിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ, ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ശാന്തമായിട്ട് ആ പാട്ടിന്റെ വരികൾ പാടണം. ഇളകുന്നതാ ഭൂമിയിലെന്തോ ഭാവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ഒരുങ്ങിട വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസം ഏറെയില്ല. ഓ വിശുദ്ധിയെ ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ ഏറെയില്ല. കർത്താവേ, അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശുദ്ധി തികയ്ക്കാനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ ചിന്ത, കൊടുക്കൽ വാങ്ങൽ, വിചാരങ്ങൾ, ആമേൻ സംസാരം, ഞങ്ങളുടെ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, സമസ്ത മേഖലകളിലും ഞങ്ങളുടെ ജീവിതം ശുദ്ധീകരണം പ്രാപിക്കാൻ ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണം. അരുതാത്തതൊന്നും വേണ്ടപ്പ, അരുതാത്തതൊന്നും വേണ്ട. കൃപമേൽ കൃപ പകരണം, മഹത്വം എടുക്കണം. യേശു മൂലം കേൾക്കണമേ പുനഃപിതാവേ. വചനത്തിനായി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സാക്ഷ്യത്തിനായിട്ട് കുഞ്ഞുങ്ങൾ